നേരം സന്ധ്യ മയങ്ങി ഇരുൾ വീണു തുടങ്ങിയിരുന്നു. നാട്ടുവഴിയിലൂടെ ഭാമ വേഗത്തിൽ നടന്നു. അത് നമ്മുടെ മരിച്ചുപോയ മേലെടുത്ത ഗോപാലേട്ടൻ്റെ മകൾ ഭാമയല്ലേ? ഈ കുട്ടി ഇതെവിടുന്നാ ഇത്രയും വൈകിപ്പോകുന്നത്? ചായക്കടയിലിരുന്ന് ചായ കുടിക്കുന്നതിനിടയിൽ കുമാരൻ ചായക്കടക്കാരൻ ദേവസി ചേട്ടനോട് ചോദിച്ചു. നീണ്ട പ്രവാസത്തിന് വിരാമമിട്ട് ഗൾഫിൽ നിന്ന് വന്നതാണ് കുമാരൻ. ഓ, ഒന്നും പറയണ്ട എൻ്റെ കുമാര. ആ കുട്ടിയുടെ ഒരു കഷ്ടപ്പാട്. ഗോപാലേട്ടൻ മരിച്ചപ്പോൾ തുടങ്ങിയ ഓട്ടോ അല്ലേ അവള്. രാവിലെ നമ്മുടെ വക്കീൽ പിള്ള സാറിൻ്റെ വീട്ടിലെ വീട്ടുപണി, അത് കഴിഞ്ഞാൽ ടൗണിലെ തുണിക്കടയിൽ സെയിൽസ് ഗേൾ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും വക്കീലിൻ്റെ വീട്ടിൽ പണി. അതിനാകെ ഓട്ടം തന്നെ. രണ്ടറ്റവും മുട്ടിക്കണ്ടേ? ദേവസി ചേട്ടൻ അലിവോടെ പറഞ്ഞു. ഈശ്വര, എൻ്റെ അനിയൻ്റെ മോളുടെ കൂടെ പഠിച്ചതാണല്ലോ. നന്നായി പഠിക്കുന്ന മോളായിരുന്നില്ലേ? പിന്നെ പക്ഷെ എന്ത് ചെയ്യാനാ, ഡിഗ്രിക്ക് ചേർന്നപ്പോഴല്ലേ ഗോപാലേട്ടൻ പോയത്. പിന്നെ ഈ കുട്ടിയും പഠിത്തം നിർത്തി പണിക്കിറങ്ങി. താഴെയുള്ള കുട്ടി പഠിക്കുന്നുണ്ട്. കുമാരൻ ദീർഘമായി നിശ്വസിച്ചു. അനിയൻ്റെ മകളിപ്പോൾ PG പഠിക്കുകയാണ്. അവളുടെ കല്യാണവും നിശ്ചയിച്ചതാണ്. അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയല്ലേ ഇത്? അതും ഗോപാലേട്ടൻ്റെ മകൾ. ഗോപാലേട്ടനെ ഓർത്തപ്പോൾ കുമാരൻ്റെ കണ്ണു നിറഞ്ഞു. പണ്ടൊരുപാട് സഹായിച്ച ഒരു പാവം മനുഷ്യനാണ്. കുമാരൻ എന്തോ ഉറപ്പിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു. വീട്ടിലെത്തിയതും കുമാരൻ വീടിൻ്റെ തിണ്ണയിലേക്കിരുന്നു. മനസ്സ് മുഴുവനും ഗോപാലേട്ടൻ്റെ മകൾ ധൃതി പിടിച്ചോടുന്ന കാഴ്ചയാണ്. അല്ല, നിങ്ങളെന്താ ഇങ്ങനെ കിടക്കുന്നത്? അയാളുടെ ഭാര്യ രമണി അടുത്തു ചെന്നിരുന്നു. ഒന്നുമില്ലടി, ഞാൻ ഇന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗോപാലേട്ടൻ്റെ മകളെ കണ്ടു, മേലെയിടത്തെ. അത് ഓർത്തിരുന്നതാ. ഹാ, നമ്മുടെ ഭാമയല്ലേ? പാവം കുട്ടി. അതിൻ്റെ ഒരു ദുരിതം വേറെ ആർക്കും കാണില്ല. രമണി പറഞ്ഞപ്പോൾ അയാൾ ഒന്നും പറഞ്ഞില്ല. അതിന് കുറച്ചൊക്കെ അവളുടെ ഭാഗത്തും കുറ്റമുണ്ട്. ഇന്നത്തെ കാലത്തെ മനുഷ്യന്മാർ ഇത്ര സാധുക്കളായി പോകരുത്. കുറച്ചൊക്കെ സാമർഥ്യം വേണം. രമണി പറഞ്ഞപ്പോൾ അയാൾ അവരെ തറപ്പിച്ചു നോക്കി. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? അതോ, ആ ഗോപാലേട്ടൻ്റെ ചെറിയ പെണ്ണ് കോളേജിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ ദുരിതം പിടിച്ച ഒരു വീട്ടിലെയാണെന്ന് കണ്ടാ പറയില്ല. ആ ഗോപാലേട്ടൻ്റെ ഭാര്യയോ അയൽക്കൂട്ടത്തിൽ വരുന്ന ബിന്ദുവിൻ്റെ കയ്യിൽ നിന്ന് മാക്സിയും ടോപ്പും ഒക്കെ വാങ്ങുന്നത് കാണാം. ഈ കുട്ടി മാത്രം കുറെ നരച്ചതും പിന്നിയതും അതിനെ ഊറ്റിയെടുത്താണ് അവർ കഴിയുന്നത്. രമണി പറഞ്ഞത് കേട്ട് കുമാരൻ അന്തം വിട്ടു. അങ്ങനെയൊന്നും ആവില്ലടി. അതിപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടെന്ന് വെച്ച്. അത് മാത്രമല്ല മനുഷ്യ. രമണി ഒന്ന് അടുത്തേക്ക് നീങ്ങിയിരുന്നു. നമ്മുടെ ശാന്ത ചേച്ചിയില്ലേ, തോട്ടിലകത്തെ, അവര് ഈ കുട്ടിക്ക് നല്ലൊരാലോചന കൊണ്ടുവന്നതാ. അവരൊന്നും വേണ്ട, പെണ്ണിനെ മതി എന്നും പറഞ്ഞാ വന്നത്. ഒന്നാലോചിക്കാൻ പോലും ആ തള്ള സമ്മതിച്ചില്ല. അവരുടെ വരുമാനം നിൽക്കും പോലും. ഇനി താഴെയുള്ള പെണ്ണിൻ്റെ പഠിപ്പ് കഴിഞ്ഞ് ഇവളെ കെട്ടിച്ച് ഇതിനെ കെട്ടിക്കൂ എന്നാ പറഞ്ഞത്. അപ്പോഴേക്കും ഇതിൻ്റെ നല്ല പ്രായം കഴിഞ്ഞു പോയി. ആരും കെട്ടാൻ വന്നില്ലേ അവർക്ക് ലാഭമായല്ലോ. ഭാര്യ പറഞ്ഞത് കേട്ട് കുമാരൻ അന്തം വിട്ടിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അമ്മമാരുണ്ടാകുമോ? അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മോനെങ്ങാനും അവളെ കെട്ടിയാൽ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവന്ന് പൊന്നുപോലെ നോക്കും അതിനെ. എനിക്ക് അത്ര ഇഷ്ടാ അതിനെ. രമണി അതും പറഞ്ഞുകൊണ്ട് അയാളെ ഒന്ന് നോക്കി എഴുന്നേറ്റ് പോയി. കുമാരൻ പിന്നെയും ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മകൻ മനോജ് കയറി വന്നത്. അവൻ സഹകരണ ബാങ്കിൽ ക്ലർക്കാണ്. ഡാ മനു, നിനക്ക് വല്ല പ്രേമമുണ്ടോ? ഇതെന്താച്ചാ ഇങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ? പെട്ടെന്നുള്ള അച്ഛൻ്റെ ചോദ്യത്തിൽ മനു ചൂളിപ്പോയി. നീ പറ, ഞാൻ കാര്യമായിട്ടാ. നിനക്ക് വല്ല പ്രേമോ ഇഷ്ടമോ ഒക്കെ ഉണ്ടോ? ഇല്ല. നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് ഇത്ര പഠിപ്പ് വേണം, സൗന്ദര്യം വേണം, ജോലി വേണം എന്നൊക്കെ കണ്ടീഷനുണ്ടോ? ഓ, ഒന്നുമില്ല. അമ്മയും അച്ഛനുമായി ഒത്തുപോയാൽ മതി. കല്യാണം കഴിഞ്ഞാലും സ്വസ്ഥത ഉണ്ടായാൽ മതി. മനോജ് അതും പറഞ്ഞ് അകത്തേക്ക് പോയപ്പോൾ കുമാരൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അല്ല, ഇതാര് കുമാരനോ? വാ വാ, നീ ഗൾഫിൽ നിന്ന് നിർത്തിപ്പോന്നുവെന്ന കാര്യമൊക്കെ അറിഞ്ഞു. ഗോപാലൻ്റെ ഭാര്യ വിലാസിനി കുമാരനെ സ്വീകരിച്ചിരുത്തി. അല്പസമയത്തെ കുശലാന്വേഷണങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുമാരൻ കാര്യത്തിലേക്ക് കടന്നു. അല്ല വിലാസിനി ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ കുമാര. ചേച്ചിക്ക് അറിയുമായിരിക്കും എൻ്റെ മോൻ മനോജിനെ. അവനിപ്പോൾ ഇവിടെ സഹകരണ ബാങ്കിൽ ക്ലർക്കാണ്. ഞങ്ങൾക്കിപ്പോൾ വേറെ ബാധ്യതകളൊന്നുമില്ല. ഞങ്ങൾക്ക് ഭാമയെ മനുവിന് വേണ്ടി ആലോചിക്കണമെന്നുണ്ട്. കുമാരൻ പറഞ്ഞത് കേട്ടപ്പോൾ വിലാസിനിയുടെ മുഖത്തുണ്ടായിരുന്ന ചിരി മാഞ്ഞുപോയി. ഹോ, അത് ശരി. എന്താ കുമാര, നീ ഗൾഫിൽ പോയി കുറച്ച് പൈസ ഉണ്ടാക്കിയപ്പോഴേക്കും മേലെടുത്ത് വന്ന് പെണ്ണ് ചോദിക്കാനായി അല്ലേ? അയ്യോ ചേച്ചി, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. ഭാമമോളെ ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഗോപാലേട്ടനുണ്ടായിരുന്നെങ്കിൽ
ഈ കാര്യം പറഞ്ഞ് ഇവിടെ വരാൻ ധൈര്യപ്പെടുവോ? ശരി, നീ ഇപ്പോൾ ചെല്ല്. അപമാനിതനായി കുമാരൻ അവിടെ നിന്ന് പടിയിറങ്ങി. അവിടെ നിന്നിറങ്ങി മുൻപോട്ട് കുറച്ച് നടന്നപ്പോഴാണ് തൻ്റെ കൂടെ അവിടെ വെച്ച് മറന്ന കാര്യം അയാൾ ഓർത്തത്. അയാൾ അതെടുക്കാനായി തിരികെ നടന്നു. ആരും കാണാതെ കുടയെടുത്ത് പോകാമെന്നാണ് കുമാരൻ ഓർത്തത്. എന്നാൽ അകത്തെ സംസാരം കേട്ടതും അയാൾ തറഞ്ഞു നിന്നു. കുമാരേട്ടൻ്റെ മകൻ നല്ല ചെക്കനാണമ്മേ. അറിയാം മോളെ, അതല്ലേ അമ്മ അത് മുടക്കിയത്. അത്ര നല്ല അവസ്ഥയിൽ പോയാലേ അവൾ പിന്നെ പണിക്കൊന്നും പോവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവളെ ഉടനെയൊന്നും കെട്ടിച്ചാൽ ശരിയാവില്ല. എന്നാലും ചേച്ചിക്കിനി വേറെ വല്ല ഇഷ്ടവും കാണോ? ഏയ്, അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും തോന്നാതിരിക്കാനല്ലേ ഏത് സമയവും അവളോട് ഈ ദാരിദ്ര്യം പാടുന്നത്. ഇനി നിന്റെ പഠിത്തം കഴിഞ്ഞ് നിനക്കൊരു നല്ല ചെക്കനെ നോക്കണം. അതുകൂടി കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാലും അവളുടെ ശമ്പളമൊക്കെ ഇവിടെ തരാൻ മനസ്സുള്ള ആരെയും വന്നാൽ അവളെ കെട്ടിക്കുന്ന കാര്യം നോക്കാം. അതൊക്കെ നടക്കൂ അമ്മേ. പിന്നെ അതേ നടക്കൂ, അല്ലാതെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? അമ്മയും ഇളയ മകളും കൂടിയുള്ള സംസാരം കേട്ടപ്പോൾ കുമാരന് ദേഷ്യവും സങ്കടവും തോന്നി. അയാൾ അമർഷത്തോടെ ഇറങ്ങി നടന്നു. വക്കീലിൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് വക്കീലിൻ്റെ ഭാര്യ വന്ന് ഭാമയോട് പറഞ്ഞത്. അതാരാണ് എന്ന സംശയത്തോടെ അവൾ ചെന്നപ്പോൾ കണ്ടത് ഉമ്മറത്തിരിക്കുന്ന വക്കീലിനെയും ഒപ്പം കുമാരനെയും രമണിയെയും മനോജിനെയുമാണ്. ഭാമ വക്കീലിനെയും ഭാര്യയെയും സംശയത്തോടെ നോക്കി. അവർക്ക് രണ്ടുപേർക്കും ഭാമയെ ഒരു മകളോടെന്ന പോലെ ഇഷ്ടമായിരുന്നു. മോളെ ഭാമേ, നിനക്കറിയുന്നുണ്ടാവും, ഇത് കുമാരൻ, കുമാരൻ്റെ ഭാര്യ രമണി, മകൻ മനോജ്. ഇവൻ നമ്മുടെ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ക്ലർക്കാണ്. വക്കീൽ പറഞ്ഞപ്പോൾ ഭാമ സംശയത്തോടെ അറിയാമെന്ന് തലയാട്ടി. പിന്നെ ഇത് നിന്റെ പെണ്ണ് കാണൽ ചടങ്ങാണ് കേട്ടോ. ഈ മനോജിന് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഇവർക്ക് സമ്മതമാണ്. നിനക്ക് വിരോധമില്ലെങ്കിൽ എത്രയും വേഗം ഞാനിത് നടത്തിത്തരും. ഭാമ ഷോക്കടിച്ച പോലെ ഞെട്ടിപ്പോയി. സാർ എന്തൊക്കെയാ പറയുന്നേ? എൻ്റെ കാര്യങ്ങളൊക്കെ സാറിനറിയില്ലേ? ഭവ്യയുടെ പഠിത്തം, കല്യാണം, പിന്നെ അമ്മ. മതി മോളെ, നീ ഇതൊന്ന് കേൾക്ക്. കുമാരൻ തൻ്റെ കയ്യിലെ ഫോൺ ഓണാക്കി. അതിലൂടെ സ്വന്തം അമ്മയുടെ സ്വരം കേട്ടതും ഭാമ തളർന്ന് ചുവരിലേക്ക് ചാഞ്ഞു. അവളുടെ കണ്ണുകൾ സജലങ്ങളായി. തൻ്റെ ഇത്രയും കാലത്തെ അധ്വാനം, ജീവിതം ഒക്കെയും വെറുതെ ആയ പോലെ അവൾക്ക് തോന്നി. അമ്മയും ഭവ്യയും സ്വാർത്ഥരാണെന്നറിയാമെങ്കിലും ഇത്ര അവൾ പ്രതീക്ഷിച്ചില്ല. ചെയ്തത് ശരിയാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ മോളിതറിയണോ എന്ന് തോന്നി. എൻ്റെ മോൻ്റെ ഭാര്യയായിട്ടല്ല ഞാൻ വിളിക്കുന്നത്, എൻ്റെ മോളായിട്ടാണ്. അത്ര കടപ്പാട് മോളുടെ അച്ഛനോട് എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. മോള് സമയമെടുത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതി. പക്ഷെ ഒന്നുണ്ട് മോളെ, ഇവനെ നീ കെട്ടിയില്ലെങ്കിലും വേണ്ടില്ല. പക്ഷേ മോളെ സ്നേഹിക്കാത്തവർക്ക് ഇനിയും ചവിട്ടി മെതിക്കാൻ നിന്നു കൊടുക്കരുത്. കുമാരൻ ഭാമയോട് അലിവോടെ പറഞ്ഞു. ഭാമ ഒന്നും പറയാതെ സർവം തകർന്നവളെപ്പോലെ അകത്തേക്ക് പോയി. അത് കണ്ട അവർക്കെല്ലാവർക്കും വേദന തോന്നി. ഡാ മോനെ, നീ ഒന്ന് ചെന്ന് അവളോട് സംസാരിക്കൂ. വക്കീൽ പറഞ്ഞപ്പോൾ മനോജ് അവൾക്ക് പിന്നാലെ ചെന്നു. അവിടെ മുറിയിലെ ജനാലയുടെ അരികിൽ നിന്ന് കരയുന്ന ഭാമയുടെ അടുത്ത് മനോജ് ചെന്നു. അവൻ്റെ സാമീപ്യം അറിഞ്ഞ അവൾ കണ്ണു തുടച്ചു. അതേ ഭാമേ, അച്ഛനും അമ്മയ്ക്കും ഈ ആലോചനയ്ക്ക് പിന്നിൽ ചിലപ്പോൾ കടപ്പാടും സഹതാപവും ഒക്കെ കാണും. എനിക്ക് പക്ഷെ അങ്ങനല്ല കേട്ടോ. ശരിക്കും തന്നെ ഇഷ്ടമാണ്. തനിക്ക് ഓർമ്മയുണ്ടോ തന്നോട് പണ്ട് തൻ്റെ ഫ്രണ്ട് രേവതിയുടെ ചേട്ടൻ മനു ഇഷ്ടം പറഞ്ഞത്? ആ മനുവാണ് ഞാൻ. ഭാമ മുഖമുയർത്തി അവിശ്വസനീയതയോടെ നോക്കി. സത്യമാണ്, ആ ഇഷ്ടം പിന്നെ ആരോടും തോന്നിയിട്ടില്ല. മനസ്സിൽ അതേപോലെ അതിനേക്കാൾ കൂടുതലുണ്ട്. അന്ന് താൻ മറുപടി പറഞ്ഞില്ല, പിന്നെ ഒന്നിനും പറ്റിയതുമില്ല. ഇപ്പോൾ താനൊരു പോസിറ്റീവ് മറുപടി തരുമെന്ന് ഞാൻ കരുതിക്കോട്ടെ. ഭാമ മറുപടിയില്ലാതെ നിന്നു. അവളുടെ മനസ്സിൽ അപ്പോൾ പണ്ട് തന്നോട് ഇഷ്ടം പറഞ്ഞ ഒരു പൊടിമീശക്കാരൻ്റെ മുഖമുണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടവും തിരികെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ തനിക്ക് ഒന്നിനും അർഹതയില്ലെന്ന് അവൾക്ക് തോന്നി. അതേ, മൗനം സമ്മതാട്ടോ. അവൾ എന്തെങ്കിലും എതിർത്ത് പറയും മുമ്പേ അവൻ അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. എനിക്ക് വേണം ഈ ഭാമക്കുട്ടിയെ. പിന്നെ ഒന്നും എതിർത്ത് പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. സന്തോഷത്തോടെ മനു പൂമുഖത്തേക്ക് ചെന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. കല്യാണ കാര്യത്തെപ്പറ്റി വക്കീൽ പറയുമ്പോൾ കുമാരൻ്റെ മനസ്സിൽ അന്നത്തെ രാത്രിയായിരുന്നു. പിന്നെ അച്ഛ, നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ ഭാമയില്ലേ, അവളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവളെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരുമോ? മകൻ്റെ അന്നത്തെ നിൽപ്പും ഭാവവും ഓർത്തപ്പോൾ അയാളിലൊരു ചിരി പരന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ.
കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.